എനിക്ക് കഴിഞ്ഞത് കാണാൻ കഴിവുകയാണ്. എന്നെ ബുദ്ധിമുട്ടിക്കാൻ മതി. അന്നേരം കാല് കയ്യോക്കളെ അതുകൊണ്ടാ അച്ഛൻ ഞങ്ങൾക്ക് എല്ലാം ചെയ്യണേ വളർത്തുന്നു. എല്ലാം ബുദ്ധിമുട്ട് ചെയ്തിട്ട് എല്ലാം പ്രാർത്ഥിക്കുക കേട്ടോ. എല്ലാം പ്രാർത്ഥിക്കുക. എന്റെ കുഞ്ഞിനെ ഒന്ന് കണ്ടല്ലോ. എനിക്ക് കാണാൻ കുഞ്ഞല്ലേ. ഈ വഴി പോകുവാനേ എന്നെ ഒന്ന് വിളിക്കണേ. ഒരു കണ്ടിട്ടേ മാവേ ആനയുണ്ടെങ്കിൽ ആനപ്പുറത്ത് കൊണ്ടുപോയേ. സിനിമാ താരങ്ങൾ മന്ത്രിയാകുന്നതും അധികാര സ്ഥാനങ്ങളിൽ എത്തുന്നതും പുതുമയല്ല. എന്നാൽ അവരിൽ പലരും സൂപ്പർ താരതുല്യ പദവികളിൽ വിരാജിച്ച നായക നടന്മാരായിരുന്നു. സിനിമയിലെ ജനപ്രീതി വോട്ടാക്കി മാറ്റിയാണ് അവർ ഭരണാധികാരികളായത്. MGR, NTR, ജയലളിത എന്നിങ്ങനെ അനവധി ഉദാഹരണങ്ങൾ. എന്നാൽ ഗണേഷ് കുമാറിന്റെ വഴി ഇതൊന്നുമായിരുന്നില്ല. അദ്ദേഹം സൂപ്പർ താരമോ നായക നടൻ എന്ന നിലയിൽ ജനപ്രീതി നേടിയ വ്യക്തിയോ അല്ല. സിനിമകളിലും സീരിയലുകളിലും അഭിനയിച്ചു വന്ന ഒരു സാധാരണ നടൻ. എന്നാൽ മറ്റൊരു താരത്തിനുമില്ലാത്ത ഒരു സവിശേഷത കൂടി ഗണേശനുണ്ട്. ഗണേശന് മുൻപ് രാഷ്ട്രീയത്തിൽ വേരുറപ്പിക്കാൻ മലയാളത്തിലെ ഒരു സിനിമാ താരത്തിനുമായിട്ടില്ല. പ്രേം നസീർ മുതൽ മുരളി വരെയുള്ള നായകന്മാർ അക്ഷീണ പ്രയത്നം നടത്തിയിട്ടും രാഷ്ട്രീയം തങ്ങൾക്ക് യോജിച്ച തട്ടകമല്ലെന്ന് തിരിച്ചറിഞ്ഞ് സ്വയം പിൻവാങ്ങി. തുടർച്ചയായി പത്തനാപുരം നിയോജക മണ്ഡലത്തിൽ നിന്നും അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടു. 3 തവണ മന്ത്രി പദത്തിലെത്തി. ഭരണചാതുര്യമുള്ള മികച്ച മന്ത്രി എന്ന പരിവേഷം എക്കാലവും അദ്ദേഹത്തിന് ലഭിച്ചു. UDF, LDF മുന്നണികളിൽ മന്ത്രി പദത്തിലിരിക്കാനും അവസരം ലഭിച്ചു. തന്റെ അച്ഛൻ R. ബാലകൃഷ്ണപിള്ളയുടെ പാത പിന്തുടർന്നാണ് ഗണേഷ് കുമാർ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നത്. നിലവിൽ 2ാം പിണറായി സർക്കാരിന്റെ ഗതാഗത വകുപ്പ് മന്ത്രിയായി ഇദ്ദേഹം KSRTCയുടെ മുഖച്ഛായ മാറ്റുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. നഷ്ടത്തിലായിരുന്ന KSRTCയെ ലാഭത്തിലെത്തിക്കാൻ ഇദ്ദേഹത്തിന് പറ്റി. 2001 പത്തനാപുരം മണ്ഡലത്തിൽ നിന്നും ആദ്യമായി നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. തുടർന്ന് 2006, 2011, 2016, 2021 വർഷങ്ങളിലും അതേ മണ്ഡലത്തിൽ നിന്നും നിയമസഭാ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടു. 2001 മെയ് മാസത്തിൽ ആന്റണി മന്ത്രിസഭയിൽ ഗതാഗത മന്ത്രിയായിരുന്നു ഗണേഷ് കുമാർ. 2003 മാർച്ചിൽ അദ്ദേഹം തന്റെ മന്ത്രിസ്ഥാനം രാജിവെച്ചു. മലയാള സിനിമയിലെ അഭിനേതാക്കളുടെ സംഘടനയായ AMMAയുടെ സ്ഥാപകാംഗമായി അദ്ദേഹം ട്രഷറർ, വൈസ് പ്രസിഡന്റ് എന്നീ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. ടെലിവിഷൻ താരങ്ങളുടെ സംഘടനയായ ആത്മയുടെ സ്ഥാപക പ്രസിഡന്റും മലയാളം ടെലിവിഷൻ ഫ്രട്ടേണിറ്റിയുടെ സ്ഥാപക ചെയർമാനുമായി ഇദ്ദേഹം നിലവിൽ കേരള എലഫന്റ് ഓണേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനവും വഹിക്കുന്നുണ്ട്. 2011 മുതൽ 2013 വരെ വനം, സ്പോർട്സ്, സിനിമാ വകുപ്പ് മന്ത്രിയായി സേവനമനുഷ്ഠിച്ചു. KSRTC ഡ്രൈവിംഗ് സ്കൂൾ പദ്ധതിക്ക് തുടക്കം കുറിച്ചത് ഗണേഷ് കുമാർ ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്ന കാലത്താണ്. ഹാപ്പി ലോങ് ലൈഫ്, ക്യാൻസർ രോഗികൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്രാ പദ്ധതി ആരംഭിച്ചത് ഗണേഷ് കുമാർ മന്ത്രിയായിരുന്നപ്പോഴാണ്. തത്സമയ സ്റ്റോപ്പ് വിവരങ്ങൾ, ബസ് സമയ വിവരങ്ങൾ, വാർത്തകൾ, പ്രധാന അറിയിപ്പുകൾ, സന്ദേശങ്ങൾ, വിനോദ പരിപാടികൾ എന്നിവ യാത്രക്കാർക്ക് അറിയുന്നതിനായി പാസഞ്ചർ ഇൻഫർമേഷൻ സിസ്റ്റം പദ്ധതി നടപ്പിലാക്കിയതും ഇദ്ദേഹം മന്ത്രിയായിരുന്ന കാലത്ത്. KSRTC മെഡിക്കൽ സെന്റർ ആൻഡ് ഡയാലിസിസ് യൂണിറ്റ് പദ്ധതി, KSRTCയിൽ ബഡ്ജറ്റ് ടൂറിസം പദ്ധതി, നിരവധി ഇന്റർസ്റ്റേറ്റ് ബസ്സുകൾ, പ്രീമിയം ബസ് സർവീസുകൾ, അങ്ങനെ നിരവധി ശ്രദ്ധേയമായ പദ്ധതികൾ ഗണേഷ് കുമാർ നടപ്പിലാക്കി. ലീഡർ K. കരുണാകരനുമായുള്ള അടുപ്പമാണ് ഗണേഷിന്റെ ജീവിതം മാറ്റിമറിച്ചത്. പിതാവിനേക്കാൾ പ്രായമുള്ള ലീഡറുമായി നല്ല സൗഹൃദം സൂക്ഷിക്കാൻ ഗണേഷിന് പറ്റി. ഗണേഷിന്റെ പ്രസംഗങ്ങളെ കുറിച്ചെല്ലാം ലീഡർക്ക് നല്ല അഭിപ്രായമായിരുന്നു. ഗണേഷിന്റെ ഉള്ളിൽ ഒരു രാഷ്ട്രീയക്കാരനുണ്ടെന്ന് ആദ്യം പറയുന്നതും ലീഡറാണ്. അന്ന് ഞാൻ അതിന് യോജിച്ച ആളല്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയ ആളാണ് ഗണേഷ് കുമാർ. ഒരു MLAയുടെയും മന്ത്രിയുടെയും ഉത്തരവാദിത്തങ്ങളെ കുറിച്ചെല്ലാം ലീഡർ വിശദമായി പറഞ്ഞുകൊടുത്തു. അന്ന് കൊല്ലത്ത് നിന്നും കോൺഗ്രസ് ടിക്കറ്റിൽ പാർലമെന്റിലേക്ക് മത്സരിക്കാൻ ഒരാൾ വേണം. ലീഡറുടെ മനസ്സിലുള്ള മുഖം ഗണേശന്റേതും. അദ്ദേഹം തന്നെ ഗണേശന് പാർട്ടി മെമ്പർഷിപ്പും നൽകി. പിന്നീട് പല കാരണങ്ങളാൽ സീറ്റ് ലഭിച്ചില്ല. അസംബ്ലി ഇലക്ഷൻ വന്നപ്പോൾ പത്തനാപുരത്ത് മത്സരിപ്പിക്കാൻ ലീഡർ പറഞ്ഞപ്പോൾ അച്ഛൻ എതിർത്തു. ലീഡർ വിട്ടില്ല. അദ്ദേഹം നിർബന്ധമായി പറഞ്ഞു ഗണേശൻ നിന്നാൽ ജയിക്കുമെന്ന്.
ആ സമയത്ത് യോജിച്ചൊരു സ്ഥാനാർത്ഥിയെ കിട്ടാതെ വന്നപ്പോൾ പിള്ളയും സമ്മതം മൂളി. അങ്ങനെ 2001 പത്തനാപുരത്ത് സ്ഥാനാർത്ഥിയായി വിജയിച്ചു. 35 വർഷമായി UDF ജയിക്കാത്ത സീറ്റ് പിടിച്ചെടുക്കുകയായിരുന്നു അന്ന്. അങ്ങനെ 32-ാം വയസ്സിൽ മന്ത്രി പദത്തിലും എത്തി. 5 തവണ മത്സരിച്ചപ്പോഴെല്ലാം വിജയിച്ച് കഴിഞ്ഞ 25 വർഷങ്ങളായി MLA സ്ഥാനത്ത് തുടരുന്നു. ഗതാഗത വകുപ്പിലെ കൊടുകാര്യസ്ഥതയ്ക്ക് വിരാമമിടുകയും കാര്യക്ഷമമായ പ്രവർത്തന ശൈലി മുഖവും നൽകുക വഴി തുടക്കത്തിൽ തന്നെ മികച്ച ഭരണാധികാരി എന്ന് പേരെടുത്തു. തനി രാഷ്ട്രീയക്കാർ ദശകങ്ങളോളം പല പദവികളിലും ഇരുന്നിട്ട് സാധിക്കാത്ത കാര്യങ്ങൾ കലാകാരനായ ഗണേശന് സാധിച്ചു. പിന്നീട് അദ്ദേഹത്തെ നാം കാണുന്നത് LDF പാളയത്തിലാണ്. മുന്നണി ഏതായാലും ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഗണേഷ് കുമാർ പത്തനാപുരംകാർക്ക് ഒരു അനിവാര്യതയായിരുന്നു. 1/4 ലക്ഷത്തോളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ നടൻ ജഗദീഷിനെയും BJP സ്ഥാനാർത്ഥിയായ നടൻ ഭീമൻ രഘുവിനെയും തറപറ്റിച്ചു. ആ തെരഞ്ഞെടുപ്പിൽ ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ വിശ്വസിക്കുന്ന മോഹൻലാലും പ്രിയദർശനും ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ ഗണേശിനു വേണ്ടി മണ്ഡലത്തിൽ വന്ന് പ്രസംഗിച്ചു. അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയമല്ല, ഗണേഷ് കുമാർ എന്ന വ്യക്തിയാണ് തങ്ങളെ ഇവിടെ എത്തിച്ചതെന്ന് അവർ പരസ്യമായി പറയുകയും ചെയ്തു. അതിന്റെ പേരിൽ അവരുടെ ഉറ്റ സുഹൃത്തായ ജഗദീഷ് പരിഭവം രേഖപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ സുദൃഢമായ സൗഹൃദത്തിന് എന്നും മുൻതൂക്കം നൽകാറുള്ള ഗണേഷ് ജയിച്ചു വരണമെന്ന് എല്ലാ വിഭാഗം ആളുകളും ഒരേ സ്വരത്തിൽ ആവശ്യപ്പെട്ടതോടെ വീണ്ടും വിജയം ആവർത്തിച്ചു. പലർക്കായി ഒരുപാട് നന്മകൾ ചെയ്തിട്ടും രാഷ്ട്രീയത്തിൽ നിരവധി ശത്രുക്കളെ സൃഷ്ടിച്ചിട്ടുണ്ട് അദ്ദേഹം. ആർക്കും ദോഷം ചെയ്യാത്ത ഒരാൾക്ക് എങ്ങനെ ഇത്രയേറെ എതിരാളികൾ എന്ന ചോദ്യത്തിനും ഉത്തരം ഒന്നേയുള്ളൂ. ക്യാമറയ്ക്ക് മുന്നിൽ അഭിനയിക്കുന്ന ഗണേഷ് മറ്റു രാഷ്ട്രീയക്കാരെ പോലെ ജീവിതത്തിൽ ലവലേശം അഭിനയിക്കാറില്ല. തനിക്ക് ശരിയെന്ന് തോന്നുന്ന എന്തും അദ്ദേഹം മുഖത്ത് നോക്കി തുറന്നടിക്കും. അപ്രിയ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞെന്നിരിക്കും. അനീതി കണ്ടാൽ പ്രതികരിക്കും. നയപരമായ മൗനം ഗണേശിന്റെ ശൈലിയല്ല. ഇതിൽ പ്രകോപിതരായ ചിലർ അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞെന്ന് വരാം. എന്നാൽ ഇതൊന്നും കൂസാക്കുന്നതല്ല ഗണേശിന്റെ രീതി. ആനയുള്ള തറവാട്ടിൽ പിറന്ന KB ഗണേഷ് കുമാർ ഒരു ഒറ്റക്കൊമ്പന്റെ തലയെടുപ്പോടെ വിമർശനങ്ങളെയും വിവാദങ്ങളെയും വകവെക്കാതെ മികച്ച ഭരണനിർവഹണം മാത്രം ലക്ഷ്യമാക്കി മുന്നോട്ട് നീങ്ങുന്നു. അതുകൊണ്ട് തന്നെ മുന്നണി ഏതായാലും ജനങ്ങൾ അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്നു. സമയവും ആർക്കും സമീപിക്കാവുന്ന എന്ത് കാര്യവും തുറന്നു പറയാവുന്ന ഒരു ജനപ്രതിനിധി എന്നതാണ് അവർ അദ്ദേഹത്തിൽ കാണുന്ന പ്രത്യേകത.